ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ടല്ലോ. കൃത്യമായും പഠിക്കാനും കൂടി ശ്രമിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? പാഠത്തിൻ്റെ പേരെന്താണ്? കത്തോലിക്കാ സഭയും ഇതര ക്രൈസ്തവ സഭകളും. ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ കത്തോലിക്കാ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. തുടർന്ന് കത്തോലിക്കാ സഭ വിവിധ വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണെന്ന് നമ്മൾ കണ്ടെത്തി. അതിനെ തുടർന്ന് വിവിധ അകത്തോലിക്കാ സഭകളെക്കുറിച്ച് പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചത് എന്തുകൊണ്ട് ഞാനൊരു കത്തോലിക്കാ വിശ്വാസിയായിരിക്കണം. 7 കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നവരും പറയാൻ പറ്റാത്തവരും ഉണ്ടാവും. കൃത്യമായിട്ടത് പഠിക്കണം. എന്തുകൊണ്ട് ഞാനൊരു കത്തോലിക്കനായി ഈ ലോകത്ത് ജീവിക്കണം? വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമ്മൾ പഠിച്ചത്. 9ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുന്നു. 9ാമത്തെ പാഠം നമ്മൾ കാണുന്നത് സഭയും ലോക മതങ്ങളും. ലോകത്ത് 4300ഓളം മതങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് കാണാം. ഈ മതങ്ങളിൽ ഒരു 10 മതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ പാഠത്തിൽ കാണുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ, ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7 മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഗാനഗന്ധർവൻ KJ യേശുദാസ് അദ്ദേഹത്തിൻ്റെ മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന വയലാറിൻ്റെ ഗാനം വളരെ ഫേമസ് ആണ്. ഒത്തിരി വിവാദങ്ങൾക്കൊക്കെ വഴിതെളിച്ചതുമാണ്. പാടുന്നതിന് മുൻപ് ഏതാനും സെൻറ്റൻസുകൾ അദ്ദേഹം പറഞ്ഞു, ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ, ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ, ഏക ദൈവം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നതും ഏക ദൈവത്തെയാണ്. പക്ഷെ മനുഷ്യനാണ് കുറേയധികം ദൈവങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് പോന്നത്. അത് വയലാറിൻ്റെ വരികളായിരുന്നു അദ്ദേഹം പാടിയത്. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം 2019 ഫെബ്രുവരി 4 ഇൻ്റർ റിലീജിയസ് കോൺഫറൻസ് UAE അബുദാബിയിൽ വെച്ച് നടന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു വിളിച്ചു ചേർത്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അബുദാബിയിലെ വിസിറ്റിനോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം. ഈ സമ്മേളനം കൃത്യമായിട്ട് മാർപ്പാപ്പ അതിൻ്റെ തുടക്കത്തിൽ ഉദ്ബോധിപ്പിച്ചതാണ്, നമ്മൾ എല്ലാ മതങ്ങളും ഒന്നിച്ച് നിന്ന് ഭാവിയെ കരുപ്പിടിപ്പിക്കണം. നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ, നമ്മൾ പരസ്പരം പോരടിച്ച് നിന്നാൽ അത് ഈ ലോകത്തിൻ്റെ നാശത്തിന് വഴിതെളിക്കും എന്ന് അദ്ദേഹം അന്ന് അവിടെ വെച്ച് പറഞ്ഞതും സത്യം തന്നെയാണ്. വിവിധ മതങ്ങൾ മതസൗഹാർദ്ദത്തോടെ ലോകത്ത് ഒന്നിച്ച് ജീവിക്കണം എന്ന് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ചു പോയതും കാണാം. എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഒരു സംശയം തോന്നാം, എന്തിനാണ് ഈ വേദപാഠ ക്ലാസ്സിൽ നമ്മൾ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ടും തരും ഈ ഒരു പുസ്തകം. നിങ്ങൾ കാണുന്ന ഈ പുസ്തകത്തിൻ്റെ പേര് പൂർണ്ണനായ ഗുരു, സ്വാമി ജ്ഞാനോദയൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹൈന്ദവ വിശ്വാസിയായിരുന്നു. ചെറുപ്പകാലത്ത് മതവിശ്വാസം തീരെയില്ലായിരുന്നു. അതിനുശേഷം ഒരു ചടങ്ങെന്ന നിലയിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി. പിന്നീട് മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ബൈബിൾ പഠിച്ചു, ഖുറാൻ പഠിച്ചു, ഹിന്ദു മതത്തിലെ മറ്റു ഇതിഹാസങ്ങളൊക്കെ വായിച്ചു. അവസാനം പൂർണ്ണനായ ഗുരുവിൽ ഞാൻ എത്തിച്ചേർന്നു. ആ പൂർണ്ണനായ ഗുരു യേശു ക്രിസ്തുവാണെന്ന് എനിക്ക് കൃത്യമായിട്ടും മനസ്സിലായതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർന്നു. എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും നമ്മൾ ഈ പാഠത്തിലൂടെ ഒരു യാത്ര നടത്തി അവസാനം നമ്മൾ ക്രിസ്തു മതത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും, ഞാൻ വലിയ ഭാഗ്യം ചെന്ന ആളാണ്. ഞാൻ ഈ പൂർണ്ണനായ ഗുരുവിൻ്റെ അടുത്തെത്തിയവനാണ്. ദൈവം എന്നെ ആദ്യം തന്നെ ഈ പൂർണ്ണനായ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചതിന്
ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, കത്തോലിക്ക സഭയുടെ പ്രത്യേകതകളൊക്കെ ആ സമയത്ത് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടുപോവാം. നമുക്ക് ഇവിടെ അതിലേക്ക് വരുമ്പം ദൈവഭക്തി, ലോകത്ത് ജീവിക്കുന്ന ഏതു മനുഷ്യനും അവൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവഭക്തി ഉള്ളവനായിരിക്കണം എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കൃത്യമായും എഴുതിയിരിക്കുന്നു. നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി തിരിച്ചു വരാം. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾക്കാൻ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം 1, 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും, മരണദിവസം അവൻ അനുഗ്രഹീതനാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും, അവന് സന്തോഷമായിരിക്കും, ആഹ്ലാദമായിരിക്കും. അവൻ്റെ മരണസമയത്തും കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഈ കുറിച്ചു വച്ചിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. മനുഷ്യൻ ദൈവത്തോട് ചേരേണ്ടവനാണ്, അവസാനം ദൈവത്തിൽ വിലയം പ്രാപിക്കേണ്ടവനാണ് എന്നൊക്കെ നമ്മൾ മറ്റു പാഠങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഈ പാഠത്തിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. മതം എന്ന വാക്ക്, അതിൻ്റെ മലയാള അർത്ഥം നിങ്ങൾക്കറിയാം, അഭിപ്രായം എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് മതം? നിങ്ങളുടെ പുസ്തകത്തിലൊരു ചോദ്യമുണ്ട്, എന്താണ് മതം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റും. മനുഷ്യൻ്റെ ഉത്ഭവം, ജീവിതത്തിൻ്റെ അർത്ഥം, നന്മ, തിന്മ, ദുഃഖങ്ങളുടെ ആരംഭം അല്ലെങ്കിൽ ഉത്ഭവം, മരണം, വിധി, മരണാനന്തര ജീവിതം എന്നിവയെക്കുറിച്ച് എന്നീ അടിസ്ഥാന ചോദ്യങ്ങളെക്കുറിച്ച് ഒരുവൻ്റെ മതം അല്ലെങ്കിൽ അഭിപ്രായമാണ് അവൻ്റെ മതം. എന്നീ കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, വിധിയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം എന്താണോ അതാണ് എൻ്റെ മതം എന്നതാണ് ഈ മതം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഇംഗ്ലീഷിൽ മതത്തിന് റിലീജിയൻ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ വാക്കിൽ നിന്നാണ് ദൈവവുമായുള്ള ബന്ധം, ആരുടെ ബന്ധം? മനുഷ്യൻ്റെ ബന്ധം. ഇതാണ് മതത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം. തുടർന്ന് മതവിശ്വാസം എങ്ങനെ ഉത്ഭവിച്ചു? കുറേയധികം അഭിപ്രായങ്ങൾ കാണാം നിങ്ങളുടെ പുസ്തകത്തിൽ, കുറേയധികം വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് പരിണാമവാദികളുടെ ഒരു വീക്ഷണം, അഭിപ്രായമാണ്. പരിണാമവാദികൾ പറയുന്നത് പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, സർവ്വചരാചരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയൊക്കെ കാണുന്ന സമയത്തും തന്നെ കാണുന്ന സമയത്തും മനുഷ്യൻ അവനെ തന്നെ കാണുന്ന സമയത്തും ഉണ്ടാവുന്ന അവബോധത്തിൻ്റെ പരിണാമം, ആ അവബോധത്തിൻ്റെ പരിണാമം അല്ലെങ്കിൽ മാറ്റം, ആ മാറ്റത്തിനനുസരിച്ച്, ഈ പരിണാമത്തിനനുസരിച്ച് കാലത്തിൻ്റെ ഗതിയിൽ മതവിശ്വാസം ഉടലെടുത്തു എന്ന അഭിപ്രായം പരിണാമവാദികൾ മുന്നോട്ട് വയ്ക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമാണ്. അവർ പറയുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്, ആ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ മനുഷ്യന് നാശമുണ്ടാകും എന്ന മിഥ്യാബോധത്തിൽ നിന്നും മതം ഉടലെടുത്തു എന്ന് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 3, സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരുവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനപ്പുറത്ത് സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും മതം ഉടലെടുത്തു. സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുമാണ് മതത്തിൻ്റെ തുടക്കമെന്ന് സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. നമുക്ക് അവസാനം കാണേണ്ടത് ആത്മീയ ശാസ്ത്രം എന്താണ് മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. ആത്മീയ ശാസ്ത്രം പറയും മനുഷ്യൻ്റെ ഈശ്വര അന്വേഷണത്തിൽ നിന്നും മതം ഉത്ഭവിച്ചു.
മനുഷ്യൻ്റെ സത്യാന്വേഷണം ഈശ്വരനിലേക്കും അവസാനം അത് മതത്തിലേക്കും എത്തിച്ചേർന്നു എന്നാണ് ആത്മീയ ശാസ്ത്രപ്രകാരം മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് 4300ഓളം മതവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഒന്ന് നമുക്ക് കണ്ടുപോവാം ഈ ലോക മതങ്ങളെക്കുറിച്ച്. അതിലൊന്നാമത്തെ മതം നമുക്ക് കാണാനുള്ളത് ഷിൻറ്റോയിസം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പോഴാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ ചരിത്രം പറയും BC 8ാം നൂറ്റാണ്ടോടുകൂടി ജപ്പാനിൽ ആരംഭിച്ച ഉടലെടുത്ത മതമാണ് ഷിൻറ്റോയിസത്തിൻ്റെ വിശ്വാസ സംഹിത അല്ലെങ്കിൽ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം ദൈവത്തെ ഒരു ശക്തിയായോ ഒരു വ്യക്തിയായോ ഷിൻറ്റോയിസ്റ്റുകൾ കാണുന്നില്ല. പകരം മനുഷ്യനേക്കാൾ അതീതമായ എന്തിനേയും ദൈവമായി കാണുന്ന മതമാണ് ഷിൻറ്റോയിസം. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഷിൻറ്റോയിസം പറയുന്നത് പ്രപഞ്ചത്തിൽ ദൈവങ്ങളുടെയും ആത്മാക്കളുടെയും സാന്നിധ്യമുണ്ട്. ഈ ശക്തികളെ, ഈ ദൈവങ്ങളെയും അല്ലെങ്കിൽ ഈ ആത്മാക്കളെയും അവർ വിളിക്കുന്നത് അതീത ശക്തി അല്ലെങ്കിൽ കാമി എന്നാണ്. കാമി അസാധാരണവും ഭയാനകവുമായ എന്തിനേയും കാമിയാക്കി പരിഗണിച്ച് ഈ മതവിശ്വാസികൾ ആരാധിക്കുന്നു. ഈ ചിത്രം നോക്കുമ്പോൾ അത് വ്യക്തമാണ്. ഇവർ ആരാധിക്കുന്ന കുറേയധികം ഡൈറ്റീസിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കുറേയധികം ഭീകര രൂപങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ വലിയ ശക്തികളായി കണ്ട് ആരാധിക്കുന്ന ഒരു മതവിശ്വാസം. ഇനി ഈ കുറേയധികം ദേവന്മാരുള്ളതിൽ, ഡൈറ്റീസ് ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അമർത്തരാസോ എന്ന ദേവനാണ് സ്വർഗം ഭരിക്കുന്നത്. ഈ ദേവനെ സൂര്യദേവൻ എന്നും വിളിക്കാറുണ്ട്. ഈ ദേവനാണ് പ്രധാനപ്പെട്ട ദേവൻ എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇവരുടെ വിശ്വാസം എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാക്രഡ് ടെക്സ്റ്റായിട്ട് കാണുന്ന പുസ്തകങ്ങൾ, ബൈബിള് പോലെ ഒരു കോർ ടെക്സ്റ്റ് ഇവർക്കില്ല. പകരം 2 പുസ്തകങ്ങൾ, കോജിക്കി നിഹോംകി എന്നീ 2 പുസ്തകങ്ങളാണുള്ളത്. ഇതിൽ ഈ കോജിക്കി എന്ന് പറയുന്ന പുസ്തകം ഒരു പഴയകാല രേഖ എന്ന് വെച്ചാൽ ഒരു ചരിത്രരേഖ തന്നെയാണ്. ചരിത്രപരമായ കുറേയധികം കാര്യങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്നു. നിഹോംകി എന്ന് പറയുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജപ്പാൻ എന്നാണ് അറിയപ്പെടുന്നത്. ദിനവൃത്താന്തങ്ങളാണ് ക്രോണിക്കിൾസ് ഓഫ് ജപ്പാൻ. ഈ 2 പുസ്തകങ്ങളാണ് ഇവരുടെ റിലീജിയസ് ടെക്സ്റ്റായിട്ട് ഇവർ പരിഗണിക്കുന്നത്. ഇനി ലോക ജനസംഖ്യയിൽ എത്ര വിശ്വാസികൾ ഇവർക്കുണ്ട്? 3 ദശലക്ഷം വിശ്വാസികളാണ് ഷിൻറ്റോയിസ്റ്റുകൾ ഇന്ന് ലോകത്തുള്ളത് എന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ നമുക്ക് പഠിക്കേണ്ട മതം കൺഫ്യൂഷ്യനിസം BC 6ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ് ഉത്ഭവിച്ചത്. ഈ മതത്തിൻ്റെ സ്ഥാപകൻ കൺഫ്യൂഷ്യസ് ആണ്. ബഹുദൈവ വിശ്വാസമാണ് ഇവർ പുലർത്തുന്നത്. ബഹുദൈവ വിശ്വാസം പുലർത്തുന്നവരാണ് കൺഫ്യൂഷ്യനിസത്തിൽ വിശ്വസിക്കുന്നവർ. ഇനി പ്രധാനപ്പെട്ട പഠനം ഇതാണ്: 5 മൗലിക സുകൃതങ്ങൾ പാലിച്ചാൽ മോക്ഷം നേടാം അല്ലെങ്കിൽ സ്വർഗഭാഗ്യം നേടാമെന്നാണ് കൺഫ്യൂഷ്യസ് പഠിപ്പിക്കുന്നത്. 5 മൗലിക സുകൃതങ്ങൾ. അതിലൊന്ന് അനുകമ്പയാണ്. അനുകമ്പ എന്ന് പറഞ്ഞ് നമുക്കറിയാം, കരുണ, അനുകമ്പ. എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മനസ്സിലാവും. 2 തെറ്റായ പ്രവൃത്തിയിൽ ഉണ്ടാവുന്ന ലജ്ജ, തെറ്റായ കാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന ലജ്ജ. 3 ഔചിത്യം അഥവാ പെരുമാറ്റച്ചട്ടം. 4 നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം. 5 വിശ്വസ്തത. ഈ 5 കാര്യങ്ങൾ പാലിച്ച് ജീവിച്ചാൽ സ്വർഗം പോകാം, സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് കൺഫ്യൂഷനിസം വിശ്വസിക്കുന്നു. ഈ മതവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതാണ് ഇവരുടെ റിലീജിയസ് ടെക്സ്റ്റ്? വൂച്ചിങ് സുസൂഷു എന്നീ 2 ഗ്രന്ഥ സമാഹാരങ്ങളാണ് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇവരുടെ വിശ്വാസങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങളിലാണ്. 60 ലക്ഷം വിശ്വാസികളാണ് ഇന്ന് ലോകത്ത് കൺഫ്യൂഷനിസത്തിൽ വിശ്വസിക്കുന്നത്. അടുത്ത മതം താവോയിസം BC 6ാം നൂറ്റാണ്ടിൽ ചൈനയിൽ തന്നെ ഉത്ഭവിച്ചതാണ്. ഇതിൻ്റെ ഫൗണ്ടർ ലാവോത്സു എന്ന വ്യക്തിയാണ്.
ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. ഒന്ന്, ലാവോത്സു പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആദി കാരണവും അന്ത്യലക്ഷ്യവുമായ അവർണ്ണനീയമായ പരമസത്തയാണ് ദൈവം. 2, ഈ ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല, മറിച്ച് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കണം. 3, ഇദ്ദേഹം പഠിപ്പിക്കും ഈ വെളിപാടിൽ മനസ്സിലാക്കേണ്ട കാര്യം പ്രപഞ്ചവും ദൈവവും ഞാനും വ്യത്യസ്തരല്ല, പ്രത്യുത ഒന്നാണെന്നുള്ള ചിന്ത വരുന്ന സമയത്താണ് ഒരു വ്യക്തി മോക്ഷത്തിലേക്ക് എത്തുന്നത്. പ്രപഞ്ചവും ദൈവവും ഞാനും ഒന്നാണെന്നുള്ള ചിന്തയാണ് മോക്ഷം എന്ന് ഇദ്ദേഹം സൂചിപ്പിക്കും. താവോയിസ്റ്റ് മതത്തിൽ ബഹുദൈവ വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പം വ്യക്തമാവും. മതഗ്രന്ഥം താവോ തേ ചിങ് എന്ന പുസ്തകമാണ്, ലാവോത്സു തന്നെ എഴുതിയ പുസ്തകമാണ് ഇവരുടെ മതഗ്രന്ഥം. 12 ദശലക്ഷം അനുയായികളാണ് ഈ മതത്തിനുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് പോകാൻ അടുത്ത മതത്തിലേക്ക് എത്താം. പാർസി മതം. BC 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന സ്വരാസ്തർ ആണ് ഈ പാർസി മതത്തിൻ്റെ സ്ഥാപകൻ. പാർസി മതത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഇതാണ്. ഏകദൈവ വിശ്വാസികളാണ് പാർസി മതത്തിൽ വിശ്വസിക്കുന്നവർ. 2, ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ദൈവം സന്നിഹിതനാണ്. 3 പഠനം, മനുഷ്യൻ ആത്മാവ്, ശരീരം, ജീവൻ എന്നീ 3 ഘടകങ്ങളുടെ സങ്കലനമാണ്. 4, മനുഷ്യൻ്റെ ഈ ലോകത്തിലുള്ള പ്രവൃത്തികൾക്കനുസരിച്ച് സ്വർഗമോ നരകമോ ലഭിക്കും. 5 സെൻറ്റ് അവസ്ഥ എന്ന പുസ്തകമാണ് ഇവരുടെ മതഗ്രന്ഥം. ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ സ്വരാസ്തറിന് ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ലോകത്ത് 1,21,962 ഫോളോവേഴ്സാണ് ഈ 2020 ഈ മതത്തിന് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത്, നമുക്കറിയാം, ഇന്ത്യയിൽ ഉത്ഭവിച്ച ജൈനമതം ഫൗണ്ടറെക്കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചതാണ്. 24 തീർത്ഥങ്കരന്മാരാൽ സ്ഥാപിതമായ മതം എന്നറിയപ്പെടും. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭനും അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരനും ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നവരാണ്. വർദ്ധമാന മഹാവീരൻ ശ്രീബുദ്ധൻ്റെ സമകാലീനനാണ് എന്നും നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ. പ്രധാനപ്പെട്ട പഠനങ്ങൾ നമുക്ക് കാണാം. പ്രധാനമായിട്ടും 3 പഠനങ്ങളാണ് ജൈനിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, എല്ലാ മതങ്ങളിലും കാണുന്നത് പോലെ ദൈവ അസ്തിത്വ ചിന്ത ജൈന മതക്കാർക്കില്ല. അവർ പറയുന്നത് ദൈവത്തെ കാണാനോ ഗ്രഹിക്കാനോ സാധ്യമല്ല. മാത്രവുമല്ല, അങ്ങനെ ദൈവത്തെ കാണാനും ഗ്രഹിക്കാനും സാധിച്ചെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആശയം അപൂർണമായി തീരുമെന്നാണ് ജൈനൻ പറയുന്നത്. 2, ധ്യാനത്തിലൂടെയും അഹിംസയിലൂടെയും കർമ്മബന്ധങ്ങളിലൂടെയും മോചനം നേടി മോക്ഷം പ്രാപിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന് ജൈനമതം അനുശാസിക്കുന്നു. 3, പ്രധാനമായിട്ടും അടിസ്ഥാനമായി 3 അടിസ്ഥാന തത്വങ്ങൾ ജൈനമതം അവതരിപ്പിക്കുന്നു. 3 അടിസ്ഥാന തത്വങ്ങളിൽ 1 ശരിയായ വിശ്വാസം, 2 ശരിയായ അറിവ്, 3 ശരിയായ സദാചാരം. ഈ 3 കാര്യങ്ങളാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇനി ഈ മതത്തിൻ്റെ ഗ്രന്ഥം ജൈന സൂക്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്ത് 6 ദശലക്ഷം ജൈനന്മാരാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത മതം ബുദ്ധമതം. ഭാരതത്തിൽ തന്നെ ഉത്ഭവിച്ച 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം. ഈ ലോകത്തിലെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം തൃഷ്ണയാണ്, ആഗ്രഹമാണ്. ആഗ്രഹത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിരാശയും ദുഃഖങ്ങളുമൊക്കെ അപ്രത്യക്ഷമാകും എന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. ഈ നിരാശയെ എങ്ങനെ ജീവിതത്തിൽ നിന്നും ആട്ടി ഓടിക്കാമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അഷ്ടമാർഗങ്ങൾ അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ, 8 ഫോൾഡ് പാത്ത്, ഇതാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. 8 കാര്യങ്ങൾ പറയും. 1 ശരിയായ ജ്ഞാനം, 2 ശരിയായ ജീവിത വീക്ഷണം, 3 ശരിയായ വാക്ക്, 4 ശരിയായ കർമ്മം, 5 ശരിയായ ഉപജീവനം, 6 ശരിയായ പ്രവൃത്തി, 7 ശരിയായ ചിന്ത, 8 ശരിയായ സമാധി.
അഹിംസയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു ബുദ്ധമതം. ചരിത്രം പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, മൗര്യ സാമ്രാജ്യം, മൗര്യന്മാർ ഇന്ത്യ ഭരിച്ച സമയത്തായിരുന്നു ഈ ബുദ്ധിസ്റ്റുകളുടെ ഒരു വലിയൊരു സ്പ്രെഡിങ്. അതായത് ഇവരുടെ ഒരു കുറേയധികം സ്ഥലങ്ങളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഇവർ വളർന്നത് ആ സമയത്തായിരുന്നു. അശോക ചക്രവർത്തിയൊക്കെ കലിംഗ വാറിന് ശേഷം ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി കുറേയധികം രാജ്യങ്ങളിലേക്കും ശ്രീലങ്കയിലേക്കൊക്കെ ഈ മതം പ്രചരിച്ചതും കണ്ടു. അതിനുശേഷം ഗുപ്തന്മാർ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തതോടെ ഹിന്ദുയിസത്തിൻ്റെ ഒരു തിരിച്ചുവരവും നമ്മൾ കണ്ടു. ലോക ജനസംഖ്യയിൽ 535 ദശലക്ഷം ബുദ്ധമത വിശ്വാസികളുണ്ട് എന്നാണ് ഇന്ന് കാണുന്നത്. അതായത് ലോക ജനസംഖ്യയിൽ 8% ബുദ്ധിസ്റ്റുകളാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കാണുന്നതിലെ 7ാമത്തെ മതം സിഖു മതം. AD 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ഗുരു നാനാക്ക് സ്ഥാപിച്ച മതമാണ് സിഖു മതം. ഈ സിഖു മതത്തിൽ ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും പല ഘടകങ്ങളും യോജിപ്പിച്ചാണ് സിഖു മതത്തിന് ഇദ്ദേഹം രൂപം കൊടുത്തത്. സിഖ് മതം ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 2, ദൈവം സത്യമാണ്, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഭക്തിയുടെ മാർഗമാണ്. ഹിന്ദു മതത്തിലെ ജനന മരണ പുനർജനന ശ്രേണിയെ ഈ മതവും പഠിപ്പിക്കുന്നു. പുസ്തകം, മതഗ്രന്ഥം ഗുരു ഗ്രന്ഥ് സാഹിബ്. 25 ദശലക്ഷം അനുയായികളാണ് ലോകത്ത് ഈ സിഖ് മതത്തിനുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഈ 7 മതങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ഓടിക്കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലും വന്നു കാണും ഒരു ചിന്ത, എന്നെ ദൈവം ജനിച്ച സമയത്തു തന്നെ യേശു ക്രിസ്തുവിനോട് അടുപ്പിച്ചു, കത്തോലിക്ക സഭയുടെ ഭാഗമാക്കിയതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ്. യേശുക്രിസ്തുവിനെ അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, യേശുക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ വലിയ മകുടോദാഹരണമല്ലേ ലോക ജനസംഖ്യയിൽ 29% ആൾക്കാരും യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി തുടരുന്നത്. ഞാനും യേശുക്രിസ്തുവിൻ്റെ അനുയായിയാണ്. യേശുക്രിസ്തു എൻ്റെ ജീവശ്വാസമാണ്. ഞാൻ യേശുക്രിസ്തുവായി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കണ്ണുകൾ അടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളെ അങ്ങ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിനോട് ചേർത്ത് കത്തോലിക്ക സഭയുടെ ഭാഗമാക്കി തീർത്തതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയുടെ സജീവ സാക്ഷികളായി മാറുവാൻ, അങ്ങയെപ്പോലെയായി മാറുവാൻ, ക്രിസ്തുവായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 2 കാര്യങ്ങൾ. ഒന്ന്, ചെയ്യേണ്ടത് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പഠിച്ച 7 മതങ്ങളെ വെച്ച് നോക്കി നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയുന്ന ഭാഷയിലൊന്ന് കുറിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ പ്രത്യേകതകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? കൃത്യമായിട്ടും ഒന്ന് എഴുതി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് ഒന്ന് കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാനം, ഈ ആഴ്ചയിൽ നമ്മളെ വഴി നടത്താൻ ഒരു വചനം, പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ധ്യാനിക്കാം ഈ ആഴ്ച ഈ വചനം. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.